പാലക്കാട് പൊതുവെ ഭയങ്കര ചൂടുള്ള ഏരിയ ആണല്ലോ. പക്ഷെ നമുക്ക് ഈ വീടിനകത്തേക്ക് കയറി വന്ന സമയത്ത് ആ ഒരു ചൂട് ഫീൽ ചെയ്തില്ല, ഭയങ്കര തണുപ്പായിട്ടാ തോന്നിയത്. അതിനകത്തൊരു ബാത്ത് ടബ് പ്ലസ് ജക്യൂസി, ഫുള്ളി ജക്യൂസി ആയിട്ടൊരു ഇതും കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല രീതിയിൽ കുട്ടികൾക്കാണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു വാഷ്റൂമും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ എല്ലാവരും ഓപ്പൺ ടെറസ് ഫ്രീ ആയിട്ട് വിടും. ഞാൻ ഇവിടെ ഒരു മാറ്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റാണ് ഇത്. പ്ലസ് ഇതിന് മുകളിലൊരു ആംഗിൾ കൊടുത്തിട്ട് ഇതിനൊരു ഡിസൈനഡ് ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട്. ഈവനിങ്ങിലൊക്കെ ഇവിടെ ഒരു ചെയറോ ഒക്കെ ഇട്ടിട്ട് ഒരു ചെറിയൊരു മീറ്റിംഗ് ഒക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് കിട്ടാവുന്ന രീതിയിലാണ് ഇതിനൊരു ഏരിയ അങ്ങനെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു സെൻസർ ലൈറ്റ്സും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് സെൻസ് ചെയ്തിട്ട് കയറുന്നതായിട്ട് കാണാൻ പറ്റും. വെൽക്കം ടു ഷാസ് പ്രോപ്പർട്ടീസ്. ഇന്ന് നമ്മളുള്ളത് പാലക്കാട് എലപ്പുള്ളിയിലെ ഒരു അതിമനോഹരമായ 3 BHK വീടിന് മുന്നിലാണ്. നമുക്ക് ഈ വീടിന്റെ ഇന്റീരിയർ ഒന്ന് കണ്ടാലോ? വരും. ഹായ് സർ. ഹായ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഷാസ് പ്രോപ്പർട്ടീസ് MD ഷക്കീർ സാർ ആണ്. നമുക്ക് സാറോട് ചോദിക്കാം ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്. സാർ, എന്തൊക്കെയായിരുന്നു ഇതിന്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഈ വീട്ടിൻ്റെ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് 10 സെന്റ് സ്ഥലവും 2900 സ്ക്വയർ ഫീറ്റും 3 BHKയോടുകൂടി അടങ്ങുന്ന ഒരു വീടാണ് ഇത്. ഈ വീട്ടിൻ്റെ എലിവേഷൻ നോക്കുമ്പോൾ തന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ എലിവേഷൻ ഒരു യൂറോപ്യൻ കൾച്ചറും ഒരു കേരളത്തിന് ഒണങ്ങാവുന്ന രീതിയിലാണ്. കാരണം ഇതിൻ്റെ റൂഫിങ് ഇങ്ങനെ കൊടുത്തുകൊണ്ട് കേരളത്തിൽ കൂടുതൽ മഴയും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് കിട്ടും ചെയ്യും. അതന്നെ അതിൻ്റെ സ്റ്റൈൽ, അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു റീസണും അത് തന്നെയാണ്. സർ, പാലക്കാട് പൊതുവെ ഭയങ്കര ചൂടുള്ള ഏരിയ ആണല്ലോ. പക്ഷെ നമുക്ക് ഈ വീടിനകത്തേക്ക് കയറി വന്ന സമയത്ത് ആ ഒരു ചൂട് ഫീൽ ചെയ്തില്ല, ഭയങ്കര തണുപ്പായിട്ടാ തോന്നിയത്. അപ്പം അത് എന്തുകൊണ്ടായിരുന്നു? അതിന് 1-2 റീസൺസ് ഉണ്ട്. ഒന്ന്, ഈ വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഹൈറ്റ്, അതായത് നോർമലി എല്ലാവരും കൊടുക്കുന്നത് 9-9.5 അടി ഹൈറ്റാണ് കൊടുക്കുക. ഇവിടെ 11 ഫീറ്റ് ഹൈറ്റും കൊടുത്തിട്ടുണ്ട്. പ്ലസ് എയർ സർക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ തന്നെ എയർ സർക്കുലേഷൻ ബാക്കിൽ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ഏരിയയിലേക്ക് ഒരു വിൻഡോ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് എയർ നന്നായിട്ട് ഫ്ലോ ഉണ്ട്. പ്ലസ് ഹാളിന് ഒരു സൈസ്, ഡൈനിങ് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഒരു ഓപ്പൺ കിച്ചൺ, ഇതെല്ലാം കൂടി ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എയർ ഫ്ലോ നന്നായിട്ട് ഇതിന് നമ്മളൊരു കാൽക്കുലേഷൻ ബേസിലാണ് ഈ സാധനം ചെയ്തുകൊണ്ടാണ് ഇതിന് ഇത്രയും ഒരു തണുപ്പ് അല്ലെങ്കിൽ ഒരു കൂളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത്. കാരണം ദാറ്റ് ഇസ് ഇത് ലിവിംഗ് റൂം അല്ലേ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലിവിങ് ചെയ്യേണ്ട റൂമാണ്. അതാണ് ലിവിംഗ് റൂം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ലിവിംഗ് റൂമിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ടും നമുക്കൊരു കൂളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസ് നിർബന്ധമായിട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇതിൽ കൊണ്ടുവന്നത്. സർ, ഈ വീട്ടിലേക്ക് കയറി വന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ഇന്റീരിയേഴ്സ് ഒക്കെ നോക്കിയിരുന്നു. ഭയങ്കര സിമ്പിൾ ആൻഡ് എലിഗന്റ് ആയിട്ടുണ്ട്. ഇത് സർ എങ്ങനെ കസ്റ്റമൈസ് ചെയ്താണോ, അത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, എന്തായിരുന്നു സർ? ഇത് ഇമ്പോർട്ടഡ് അല്ല, എല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. ഇതിൻ്റെ ഒരു ലിവിംഗ് റൂമിലുള്ള TV പാനൽ നോക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ചെയ്തിട്ടുള്ളത് ലൂവറുടെ പാനൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു ചാർക്കോളാണ് ഇതിൻ്റെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ. ഇതൊരു വുഡൻ പാനൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കാരണം എല്ലാം മൈക്ക ഫിനിഷ് തന്നെ കാണുമ്പോൾ തന്നെ ഒരു മാർബിൾ മാർബിൾ ഫിനിഷ് കാണുന്നുണ്ട്. അതേപോലെ തന്നെ TV യൂണിറ്റിൻ്റെ സ്പേസ് തന്നെ മാക്സിമം കിട്ടാവുന്ന അത്രത്തോളം സ്പേസ്, വലിയ TV ആണെങ്കിൽ ഇപ്പോൾ വരുന്നതെല്ലാം വലിയ TVകളാണല്ലോ. അപ്പോൾ അതിന് പറ്റാവുന്ന രീതിയിൽ തന്നെ ഒരു TV യൂണിറ്റിന് അത്രയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു അവിടെ ഇരിക്കാൻ പറ്റുന്നൊരു പൊസിഷൻ, കാരണം ലോങ് വ്യൂ കിട്ടാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പ്ലസ് ഇതിൽ താഴെ കംപ്ലീറ്റ്ലി വാൾഡ്രോബ്സ് ആണ് കൊടുത്തത്. ദാറ്റ് ഇസ് അതിനകത്ത് സ്റ്റോറേജ് സ്പേസില്ല. കാരണം വീട്ടിൽ എപ്പോഴും നമുക്ക് അഡീഷണൽ ഐറ്റംസ് വരുന്ന സമയത്ത് എല്ലാ വീടുകളിലും പോയി കാണുന്നതാണ് TV സ്റ്റാൻഡിൻ്റെ മുകളിൽ ഓരോരോ സാധനങ്ങളുണ്ട്. അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ഫുള്ള് താഴെ അത്രയും ലെങ്ത് തന്നെ നമ്മൾ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് സ്റ്റോർ ചെയ്യും. ഇപ്പോൾ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ ചെറിയ ടോയ്സ് ചിലപ്പോൾ തന്നെ ഷോഫയിൽ വെക്കും, അല്ല TV സ്റ്റാൻഡ്, അവർക്കൊക്കെ സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്പേസ് അത്രയും ലെങ്ത്തിൽ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. സോഫയുടെ കളർ കോമ്പിനേഷൻ ഈ റൂമിന് ഒതുങ്ങാൻ തരുന്ന ഒരു കളർ കോമ്പിനേഷനും സൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ റൂമിന് കറക്റ്റ് സൈസിന് വേണ്ടി കസ്റ്റമൈസ്ഡ് ആയിട്ട് ഉണ്ടാക്കിയൊരു
അളവാണ് ഇത്. പ്ലസ് 2 കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. കാരണം എല്ലാ ഷോറൂമിലും കാണുന്നത് സോഫ ഷോറൂംസ് അല്ലെങ്കിൽ ഫർണിച്ചർ ഷോറൂമിൽ പോയി കാണുന്നത് ലൈറ്റ് കളർ ആൻഡ് ഡാർക്ക് കളേഴ്സ് അല്ലെങ്കിൽ കോമ്പിനേഷൻസ് ആണ് കാണുക. പ്ലസ് ഇങ്ങനത്തെ കളർ ഡിഫറെൻറ്റ് കളറായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ റൂമിന് ഒതുങ്ങാവുന്ന രീതിയിലൊരു കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ 2 ഡാർക്ക് കളേഴ്സിലും ഇത് ചെയ്യുകയും പ്ലസ് ഇതിൽ ഒരുപാട് പേര്, കാരണം ഒരു ഫാമിലി ലിവിങ് റൂമിൽ കാരണം ഗെറ്റ് ടുഗദർ അല്ലെങ്കിൽ ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഇരിക്കാൻ ഹാൾ എപ്പോഴും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സോഫ ആയിരിക്കും. ചിലർ 2+1 സോഫാസ് ഇടും. അതുകൊണ്ടാണ് ഒരു സൈഡ് ഫുൾ ഒതുക്കിയിട്ട് ഒരു അഡീഷണൽ ലോഫ്റ്റും കൂടി കൊടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റാവുന്ന രീതിയിൽ തന്നെ ഈ സോഫയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഈ സോഫയുടെ എൻഡോട് കൂടിയിട്ട് ഒരു സ്വിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളെല്ലാവരും സോഫയിൽ ഇരിക്കുന്ന സമയത്ത് മൊബൈൽ ചാർജിങ് ആൻഡ് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ വരികയാണെങ്കിൽ കറക്റ്റ് കോർണറിൽ ഒരു സ്വിച്ച് പോയിന്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. കാരണം അതിനൊരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ നമുക്കിവിടെ മൊബൈൽ വെക്കാം. അതിനൊരു പൊസിഷൻ കൂടി ചെയ്തിട്ടുണ്ട്. സോ പിന്നെ ഞാൻ വീട്ടിൽ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോങ് മിററാണ്. അപ്പം എന്തായിരുന്നു ഇതിന്റെ പ്രത്യേകത സർ ഈ വീട്ടിൽ കൊണ്ടുവരാൻ? കാരണം ഈ ലോങ് മിറർ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ഹാളിന്റെ സ്പേസ് ഭയങ്കരമായിട്ട് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം മിററിങ് അല്ലേ. കാരണം നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഇപ്പോൾ ഡൈനൗട്ടിന്റെ സൈസ് നമുക്ക് ഭയങ്കരമായിട്ട് എക്സ്പാൻഷൻ ആയിട്ട് ഫീൽ ചെയ്ത പോലെ കാണും. പക്ഷേ മൊത്തം ഒരു ഗ്ലാസ് കൊടുത്താൽ ഭംഗിയില്ലാത്തത് കൊണ്ടായിരിക്കാം ഇതിന് ഒരു പാർട്ടിഷൻ കൊടുത്ത് അതിനകത്തൊരു ലൂവർ കൊടുത്ത് ഒരു പാർട്ടിഷൻ ഫീൽ ചെയ്തും പ്ലസ് അതിനകത്തൊരു കറക്റ്റ് സ്ക്വയറിൽ നമ്മളൊരു ഡിസൈനിങ് കൊടുത്ത് അതിനൊരു ലൈറ്റ് പോയിന്റ്സ് കൊടുത്തു. ഏരിയയിലൊരു വുഡൻ പാനലിൽ തന്നെ ഒരു പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്ത് 2 ബെഡ്റൂമുകളുടെ ആക്സസും കൂടിയാണ് ഈ ഒരു ഏരിയ. ദെൻ വേറെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ റൂമിനകത്ത് ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഫുൾ വ്യൂവിൽ ഒരു ഡ്രസ്സ് കംപ്ലീറ്റ് കാണാൻ പറ്റും. നമുക്ക് തന്നെ ഒരു ദിവസം ഡ്രസ്സ് ചെയ്ത് പുറത്തിറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ മേ ബി ട്രൈ ചെയ്ത് നോക്കുക. ദാറ്റ് ഇസ് ഒരു കോൺഫിഡൻറ്റ് ലെവൽസ് തന്നെ കിട്ടും. തന്നെ നമ്മൾ ഡെയിലി പോസിറ്റീവ് എനർജീസ് കിട്ടാനൊക്കെ ഒരു യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ്. കാരണം നമ്മൾ ഫുൾ വ്യൂ ഒരു മിററിനകത്ത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗി തന്നെയല്ലേ, നമ്മൾ തന്നെ നമ്മൾക്ക് തന്നെ അട്രാക്ഷനായിട്ട് തോന്നാറുണ്ട്. അത് തന്നെയൊക്കെ കൊണ്ടാണ് ഈ ഒരു പൊസിഷൻ ഇങ്ങനെ ചെയ്തതിൻ്റെ ഒരു റീസൺ. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസ് ആണ് ഉള്ളത്. അതിലൊരു ബെഡ്റൂമാണ് ലെഫ്റ്റ് സൈഡുള്ളത്. ഇതിനകത്തൊരു കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ള എന്താ പറഞ്ഞാൽ ഒരു പിങ്ക് കളറാണ്. ദാറ്റ് ഈസ് ഒരു പെൺകുട്ടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ കുട്ടിയുടെ റൂമാണ്. അപ്പോൾ ഒരു പിങ്ക് കളർ കോമ്പിനേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പിങ്കി കോമ്പിനേഷൻ കളർ കൊടുത്തിട്ടുണ്ട്. തീം ബേസ്ഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വാൾഡ്രോബ് ഒരു പിങ്ക് കളർ കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ലൈറ്റ് പിങ്ക് ആണ് കളറ്. അതിലൊരു ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു സൈഡ് ഫ്ലൂട്ടഡ് മൈക്കയുടെ സൈഡും അതിനകത്തൊരു റോസ് ബീഡിങ് ആയി കൊടുത്തിട്ട് ഒരു സൈഡ് പ്ലെയിൻ മൈക്കും കൊടുത്തിട്ട് ഫുൾ സ്റ്റോറേജ് ഇതിനകത്ത് കൊടുക്കാവുന്ന രീതിയിൽ കുട്ടികൾക്ക് ഹൈറ്റും ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്ത് ഇവിടെ ഒരു സ്റ്റഡി ടേബിൾസും കൊടുത്തിട്ടുണ്ട്. പ്ലസ് ഇവിടെ ബുക്കോ ടോയ്സോ എന്ന് വെക്കാനുള്ള റാക്കും, കാരണം ഫ്യൂച്ചറിൽ നാളെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ മോണിറ്ററോ വെച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ചെറിയ TV പോയിന്റ്സും കാര്യങ്ങളും വെച്ചുകൊണ്ട് അതിന് ഒരു സ്റ്റഡി ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇതിന് പറ്റാവുന്ന രീതിയിൽ തന്നെ കളർ കോമ്പിനേഷനോട് ഒരു ബെഡും അതിൻ്റെ ഹെഡ് റെസ്റ്റും എല്ലാം ഒരു പിങ്ക് കളർ കോമ്പിനേഷൻ ഇത് അപ്പോൾസറി വർക്ക് ചെയ്തിട്ടുള്ളതാണ്. കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ള സാധനമാണ്. വേണമെങ്കിൽ താഴെ ഈ ബെഡിൻ്റെ താഴെ വേണമെങ്കിൽ സ്റ്റോറേജ് സ്പേസും വേണമെങ്കിൽ ചെയ്യാവുന്ന രീതിയിൽ ഇതിന് ആൾട്ടർ ചെയ്തിന്. ഇതിലൊരു ബാത്റൂം അറ്റാച്ച്ഡും കൂടിയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ബാത്റൂം തന്നെ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ 2ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ചെറിയൊരു വാഷ് ബേസിനും അതിൽ താഴെ ഒരു ചെറിയ സ്റ്റോറേജും കൂടി കൊടുത്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു സെക്കൻഡ് ബെഡ്റൂമും കൂടി ഉണ്ട്. അതിലേക്കുള്ള സെയിം അതൊരു പാത്രം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, മുകളിലൊരു ലൈറ്റിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂം സെക്കൻഡ് ബെഡ്റൂം. ഇതിനകത്ത് കൊടുത്തുള്ള ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേ ഫിനിഷ് ആണ്. അതൊരു ആൺകുട്ടിയുടെ റൂമാണ്, ഒരു കുട്ടിയുടെ റൂം ആയതുകൊണ്ട് അവർക്ക് ഗ്രേ വേണമെന്ന് പറഞ്ഞപ്പോൾ ഗ്രേയിലാണ് ഇതിന് കംപ്ലീറ്റ് ആയിട്ട് ഒരു കോമ്പിനേഷൻ ചെയ്തിട്ടുള്ളത്, വാൾഡ്രോബ്സും കാര്യങ്ങളെല്ലാം.
ഈ റൂമിനകത്ത് ഒരു ഗ്രേ കളർ കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. കാരണം കുട്ടിക്ക് ഗ്രേ കളർ വേണം, ആൺകുട്ടിക്ക് ഗ്രേ കളറിൽ ഒരു കോമ്പിനേഷൻ ആയിട്ട് ചെയ്യണം പറഞ്ഞപ്പോഴാണ് ഗ്രേ കളറിൽ ഒരു കോമ്പിനേഷൻ കൊടുക്കാനുള്ള റീസൺ. അതിനകത്ത് പ്ലെയിൻ ഗ്രേ കൊടുക്കാണ്ട് ഒരു സൈഡ് നമ്മളൊരു പീസ് ഒരു ഡിസൈൻഡ് ഗ്രേയും കൊടുത്ത്, ഒരു സൈഡ് ഒരു പ്ലെയിൻ ഗ്രേയും കൊടുത്ത്, അതിനകത്ത് ഒരു ഗോൾഡൻ്റെ പാനൽ കൊടുത്ത്, ഒരു ഗ്രേ ഹാൻഡിലെല്ലാം കൊടുത്ത്, ഇതിലും അതേപോലെ തന്നെ ഒരു സ്റ്റഡി ടേബിളോട് കൂടിയിട്ടുള്ള ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. പഠിക്കാനോ ഫ്യൂച്ചറിൽ മോണിറ്റർ വെച്ചിട്ട് വർക്ക് ചെയ്യാനോ കാര്യമെന്ന രീതിയിൽ ചെറിയൊരു കോർണർ സ്റ്റഡി ടേബിളും ബുക്ക് റാക്സും കൂടി കൊടുത്ത്, ഇതിനും അതേപോലെ തന്നെ ബെഡിനൊരു ഗ്രേഡ് ഹെഡ് റെസ്റ്റ് കൊടുക്കാവുന്ന രീതിയിൽ പാനലെല്ലാം ചെയ്ത് ഒരു അപ്പോൾസ് വർക്കൊക്കെ ചെയ്ത് ഇതിനകത്ത് ഇത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ബെഡാണ് ചെയ്തിട്ടുള്ളത് കോട്ട്. ഓക്കെ, ഇതിനകത്ത് വേണമെങ്കിൽ സ്റ്റോറേജ് സ്പേസ് ചെയ്യാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു വാഷ്റൂമും ചെയ്തിട്ടുണ്ട്. വാഷ്റൂമിനകത്തും നമ്മളൊരു ഷവർ പാനലും കാര്യങ്ങളെല്ലാം ചെയ്തോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇതിനും വാഷ്റൂമിനടക്കം നമ്മളൊരു ഗ്രേ കളർ കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഡോസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്തൊരു പാനൽ കൊടുത്തിട്ടുണ്ട്. മൾട്ടി യൂസർ ഷവർ പാനലോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, അഡ്വാൻസ്ഡ് ആയിട്ട്. സോ പിന്നെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വാഷ് ഏരിയ ആണ്. അപ്പം ഇതെങ്ങനെയാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് സർ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? ഇങ്ങനെ എന്ത് പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത്? വാഷ് ഏരിയയിൽ കൊടുത്തിട്ടുള്ള കളർ എന്നുള്ള ഒരു പിസ്ത ഗ്രീൻ കളറും, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുള്ളത് ഇതൊരു മൈക്ക ഫിനിഷും, ഇതൊരു ഫ്ലൂട്ടഡ് മൈക്കയാണ്. ഇതിന് കാരണം ഒരു ചെറിയ ത്രെഡഡ് ടൈപ്പ് ആയിട്ടുള്ളൊരു മൈക്കയാണ്. പ്ലസ് ഈ ഗ്ലാസിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് തന്നെ ഒരു വെള്ളത്തുള്ളി, ദാറ്റ് ഈസ് വാട്ടർ ഡ്രോപ്സ് പോലത്തെ ഒരു ഡിസൈനിൽ പറഞ്ഞത് കട്ട് ചെയ്യിച്ച് ഒരു വാഷ് ബേസിൻ വെക്കുന്ന ഏരിയ, അവിടെ സ്റ്റോറേജ് സ്പേസും, കാരണം ഇവിടെ നമുക്ക് വാക്യൂം ക്ലീനറും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാൻ പറ്റും ചെയ്തത്. കാരണം ഈ ഏരിയ മൊത്തം കവർ ചെയ്യാവുന്ന രീതിയിൽ ചെറുത് വെച്ചാൽ ഭംഗിയുണ്ടല്ലോ, അപ്പോൾ അതാണ് കുറച്ച് വലിയ ഏരിയയിൽ ചെയ്തത്. ഒരു റോസ് ഗോൾഡ് കളറിലാണ് അതിൻ്റെ ടാപ്പ് കൊടുത്തിട്ടുള്ളതും. ഹാൻഡ് വാഷിൻ്റെ ഒരു പൊസിഷൻ ചെയ്തിട്ടും ഒരു ചെറിയൊരു ഷോക്കേസും ഈ സൈഡിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗം കൂടുതൽ ആൾക്കാരും ഇത് ഷെൽഫോ എന്തെങ്കിലുമൊക്കെ പോകുന്നതാണ്. ഞാൻ അവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വേറെ വരുന്ന ഗാർഡനകത്ത് ഒരു പൈപ്പും കൂടി കൊടുത്തിട്ടുണ്ട്, ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. കാരണം ഒന്നു കൊടുക്കാൻ ഞാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം പൊതുവേ മുസ്ലിംസിന് ബാത്റൂം പോയി ഒന്നു കൊടുക്കുന്ന സിറ്റുവേഷൻ വരുന്നതുകൊണ്ട് തന്നെ പുറത്തു തന്നെ ഒന്നു കൊടുത്ത് നിസ്കാര സമയത്ത് ഞങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്, വെള്ളത്തിനുള്ള ട്രാപ്പും കൂടെ കൊടുത്തു. അപ്പോൾ ഒരു ഗാർഡനകത്ത് ഒന്നു കൊടുക്കുന്ന ഒരു ഫീലുണ്ടാകും. ഈ ഒരു സ്ഥലം അങ്ങനെ ഒരു യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു നമുക്ക് ഇൻവെർട്ടർ പോയിന്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയ കവർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻവെർട്ടറും എല്ലാം കൂടെ ആയിട്ട് പാക്കായിട്ട് നിൽക്കാവുന്ന രീതിയിലും ആവുന്നതാണ്. ഈ ഡൈനിങ് റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഡൈനൗട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു എയർ സർക്കുലേഷനും ഇത് കിട്ടാവുന്ന രീതിയിൽ തന്നെ കിട്ടുന്ന രീതിയിലും, പ്ലസ് ഒരു ഡൈനൗട്ട് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഇവിടെ മോർണിംഗിലൊക്കെ ഇരുന്ന് കോഫി കുടിക്കാൻ പറ്റും. അതൊരു ഡിഫറെൻറ്റ് ഫീലാണ്. നിങ്ങൾക്ക് ഇപ്പം തുറമ്പോൾ തന്നെ കാണാൻ പറ്റും. കർട്ടനൊക്കെ നന്നായിട്ട് ഫ്ലോ ആയിട്ട് ഉള്ളിലോട്ട് പോകുന്നതന്നെ ഇപ്പം തന്നെ കാണാൻ പറ്റും. ദെൻ ഈവനിങ്ങിൽ ഇരിക്കാൻ പറ്റും. മോർണിംഗിൽ നമുക്ക് ഒരു കോഫിയൊക്കെ കുടിക്കാൻ പറ്റുന്നൊരു ഏരിയ. ഞാനിപ്പോഴുള്ളത് ഈ വീടിൻ്റെ മനോഹരമായ ഒരു ഏരിയയിലാണ്. അത് ഈ വീടിൻ്റെ കിച്ചണാണ്. സർ, ഈ കിച്ചൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? കിച്ചൻ്റെ ഡിസൈനിങ് നോക്കുകയാണെങ്കിൽ ഈ കിച്ചണിൽ ഫസ്റ്റ് കൊടുത്തുള്ളത് ഞാൻ ഓപ്പൺ കിച്ചനാണ്. ദാറ്റ് ഈസ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടിയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിനകത്ത് പ്ലാൻ ചെയ്തിട്ടുള്ളതും. പ്ലസ് ഒരു കിച്ചണെല്ലാം കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു ബ്ലൂ, ഈ ഹാൻഡിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ റോസ് ഗോൾഡ് കളറാണ് കൊടുത്തിട്ടുള്ളത് ഹാൻഡിൽസ്. പ്ലസ് ഇവിടെ തന്നെ ഒരു കിച്ചൺ കട്ട്ലറി സെറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. യൂസർ ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പ്ലസ് ഒരു താഴെ തന്നെ ഒരു ലൈറ്റിംഗ് കൊടുത്ത് കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യാൻ പറ്റും. പ്ലസ് ഒരു ഗോൾഡൻ ബോർഡറും കൂടി നമ്മൾ കിച്ചനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഇതിൽ വരുന്ന പല സ്ഥലങ്ങളും കണ്ടുവരുന്നത് നല്ല കിച്ചനകത്ത് ചിമ്മിനി വെക്കുന്ന സമയത്ത് വിൻഡോ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഈ കിച്ചണിന് വിൻഡോ ഇത്രയും ലെങ്ത്തിൽ കൊടുത്തതും ഒരു ചിമ്മിനിയുടെ ഹൈറ്റ് ലെവൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ചിമ്മിനി കറക്റ്റ് പൊസിഷൻ ചെയ്യാൻ പറ്റും നമുക്ക്. എല്ലാവരും ലോങ് ടൈപ്പ് ഓഫ് വിൻഡോസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടാണ് ഈ ഒരു ഡിഫറെൻറ്റ് ഫീൽ കൊടുത്തിട്ടുള്ളതും. പ്ലസ് എല്ലാം വൈറ്റ് ടോപ്സാണ് എല്ലാം നമ്മൾ മാർബിൾസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ മൈക്രോവേവ് വെക്കാനുള്ളൊരു പോയിന്റ് ഉണ്ട്. പ്ലസ് ഇവിടുത്തെ സിങ്ക് നോക്കുകയാണെങ്കിൽ ഫുൾ ഓപ്ഷൻ സിങ്കാണ്. സോപ്പ് ഓയിൽസിന് വരെ സെപ്പറേറ്റ്സ് വരും. ഇത് കട്ട്ലറി സെറ്റ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഇങ്ങനെ ഒരു ഓപ്പണും വെജിറ്റബിൾ വാഷ് ചെയ്യാനുള്ള ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള സിങ്കും, ഇവിടെ തന്നെ ഒരു വാട്ടർ പ്യൂരിഫയറിൻ്റെ ഒരു യൂണിറ്റും കൊടുക്കാവുന്ന രീതിയിലും. പ്ലസ് കർട്ടൻ നോക്കുകയാണെങ്കിൽ തന്നെ
ഇതിൻ്റെ അതേ കളർ കോമ്പിനേഷനിൽ തന്നെയാണ് കർട്ടൻ്റെ ഒരു കോമ്പിനേഷൻസ് കൊടുത്തിട്ടുള്ളത്. അതും ബ്ലൈൻഡ്സിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കാരണം വാഷബിൾ ആയിട്ടുള്ള ഒരു കർട്ടനാണ് കൊടുത്തത്. കാരണം കിച്ചണിൽ എപ്പോഴും ഓയിലും കാര്യങ്ങളും വരുന്നുണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. ഈ കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ നമ്മളൊരു ലൊക്കേഷനിൽ ഒരു വലിയൊരു സിങ്കും കൊടുത്തിട്ടുണ്ട്. കാരണം വലിയ വലിയ പാത്രങ്ങൾ കഴുകാനായിട്ട് ആ സിങ്കിൽ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു വലിയൊരു സിങ്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ നമ്മൾ ഒരു ഡിഷ് വാഷും കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡിഷ് വാഷ് ചെയ്യാനുള്ളതും ഇവിടെ ഈ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഒരു മോപ്പും ഇതെല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു മോപ്പിന്റെ ഫുൾ കൺട്രോൾ സ്റ്റോറേജ് സ്പേസും ഇതെല്ലാം. കാരണം അതെല്ലാം ഒതുങ്ങി ഒരു സ്പേസ് ചെയ്യാനും ഒരു വാഷ് മെഷീനുള്ള ഔട്ട്ലെറ്റും കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതിൽ തന്നെ ഒരു പുറത്തോട്ട് എക്സിറ്റും. കാരണം തുണി കഴുകി കഴിഞ്ഞാൽ ഉണക്കിയിടാനുള്ള സ്പേസിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തോട്ടൊരു ഡോറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫുൾ നമ്മുടെ കിച്ചൺ ഗാർഡനും കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഈ കിച്ചനോട് ചേർന്ന് തന്നെ ഒരു കിച്ചൺ ഗാർഡനും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഇന്ന് കെമിക്കലായിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സിറ്റുവേഷൻ ആണല്ലോ. അതും കൂടി ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു കിച്ചൺ ഗാർഡൻ, കാരണം എല്ലാ ഫ്രൂട്ട്സും അടങ്ങാവുന്ന രീതിയിൽ ഒരു പ്ലാന്റേഷൻ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മേ ബി 2-3 ഇയേഴ്സ് കൊണ്ട് അതെല്ലാം ഫുൾ സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ അടുത്തൊരു ബെഡ്റൂം ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഒരു സെൻസർ ലൈറ്റ്സും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് സെൻസ് ചെയ്തിട്ട് കയറുന്നതായിട്ട് കാണാൻ പറ്റും. മുകളിൽ കയറി വരുമ്പോൾ തന്നെ ഇതിനകത്തൊരു ഹോളുണ്ട്. ഹാൾ എന്ന് പറഞ്ഞാൽ ഹാൾ നല്ലൊരു സ്പേസ് ആണ് കൊടുത്തില്ല. കാരണം ഹാളിന്റെ റൂഫ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 21 ഫീറ്റ് തന്നെ ഇവിടുന്ന് റൂഫുള്ളതുകൊണ്ട് തന്നെ ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം വീടിന്റെ എലിവേഷൻ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവിടെ എത്ര ഹൈറ്റും കൂടി അഡ്വാൻറ്റേജ് ആണ്. കാരണം ചൂടും കുറച്ച് കുറവാണ്. അതുപോലെ കുറച്ച് സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും. ഒരു സോഫ സെറ്റി കോർണറിനകത്ത് ഇട്ടിട്ടുണ്ട്. പ്ലസ് ഒരു ദിവാൻ കോട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊരു അയണിങ് സ്പേസ് ആണ് ചെയ്തിട്ടുള്ളത്. ഇത് ഫോൾഡിംഗ് ടേബിൾ ആണ്. വേണമെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ യൂസ് ചെയ്യാവുന്ന രീതിയിൽ സാധനം ചെയ്തിട്ടുണ്ട്. പ്ലസ് ഇവിടെ അയൺ ചെയ്ത ഡ്രസ്സസ് വെക്കാനായിട്ട് ഒരു കബോർഡും നമ്മൾ ഇതിനോടൊട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്പേസ് നമുക്ക് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അടുത്ത റൂമും ദാറ്റ് ഈസ് മാസ്റ്റർ ബെഡ്റൂമായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇതിനകത്തൊരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലാവൻഡറുടെ മിക്സിംഗ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. ഇതിനൊരു TV യൂണിറ്റ് പ്ലസ് ഒരു കബോർഡ്, വാൾഡ്രോബ് ഫിക്സഡ് ആയിട്ടുള്ള ചെറിയ കബോർഡ്സ്, ഗാർമെന്റ്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ കബോർഡ്സും താഴെ കുറച്ച് ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. പ്ലസ് ഇതിനകത്തൊരു TV യൂണിറ്റിന്റെ ബാക്കിൽ എല്ലാവരും വെറുതെ പ്ലെയിൻ ആയിട്ട് വിടും. പക്ഷെ ഇതിനകത്തൊരു TV യൂണിറ്റിനകത്ത് തന്നെ ബാക്കിൽ തന്നെ ഒരു സേഫ് ഇത് അറയും കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഓർണമെന്റ്സും കാര്യങ്ങളും വെക്കാവുന്ന രീതിയിലൊരു ഇതും കൂടി. അപ്പോൾ TV വെച്ചാൽ പോലും ഹിഡൻ സ്പോട്ട് ആണ്. പക്ഷെ കുറച്ചൊരു അത്രയും സ്ഥലം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വെറുതെ ഒരു TV സ്പോട്ട് വെച്ചിട്ട് കളയണ്ടല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് നമുക്ക് അത്രയും. അപ്പോൾ മാക്സിമം കബോർഡ് സൈസ് കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഈ കബോർഡിന് ഇണങ്ങാവുന്ന രീതിയിൽ തന്നെയാണ് ബെഡും ചെയ്തിട്ടുള്ളത്, കോട്ടും ചെയ്തിട്ടുള്ളത്. കാരണം അതിൻ്റെയും ഹെഡ് റെസ്റ്റ് ഏകദേശം ഈ ലാവൻഡർ മിക്സ് ഒരു പിങ്ക് കളറിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനൊക്കെ കൊടുത്തിട്ടുള്ള രണ്ട് സൈഡും ബോക്സുകൾ, സ്റ്റോറേജ് ബോക്സസും പ്ലസ് ഇവിടെ ഒരു കബോർഡും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫയൽസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലൊരു കബോർഡും ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൊരു ബാത്റൂമും കൂടി ഉണ്ട്. അതൊരു അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു സ്പെഷ്യലായിട്ട് കുറച്ച് ബിഗ് സൈസ് ടോയ്ലറ്റാണ് കൊടുത്തിട്ടുള്ളത്, വാഷ്റൂംസ് ആണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇതിനകത്തൊരു ബാത്ത് ടബ് പ്ലസ് ജക്കൂസി, ഫുള്ളി ജക്കൂസി ആയിട്ടുള്ളൊരു ഇതും കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല രീതിയിൽ കുട്ടികൾക്കാണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു വാഷ്റൂമും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഷവർ പാനൽ എന്ന് പറഞ്ഞത് ഒരു പിയാനോ ടൈപ്പ് ഷവർ പാനലാണ്. സ്വിച്ചസ് എല്ലാം ഇങ്ങനെയാണ് വരുന്നത്. ഷവർസിന്റെ സ്വിച്ചസ് എല്ലാം പിയാനോ ടൈപ്പാണ് സ്വിച്ചസ് വെച്ചിട്ടുള്ള ഇതാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിനോട് ചേർന്ന് അപ്പുറത്തൊരു സൈഡ് ഒരു കിഡ്സ് റൂമെന്നോ ഒരു പ്ലേ റൂം പോലെ എല്ലാവർക്കും ഒരു റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റും കൂടി ഈ ഏരിയ കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു ബാൽക്കണി, 2 ബാൽക്കണിയും
അത് ബാൽക്കണി ചെയ്തിട്ട് തന്നെ നല്ല കുറച്ച് വലിയ സൈസിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. കാരണം ഇതിൻ്റെ സൈസിന് ഒരു 6 feet പ്ലസ് ഉണ്ട്. കാരണം അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ശരിക്കും കിടക്കാൻ പറ്റും, റിലാക്സ് ചെയ്തിരുന്ന് റീഡിങ്ങിനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലും നല്ലൊരു ആംബിയൻസോട് കൂടിയിട്ടാണ് 2 ബാൽക്കണികൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു നല്ലൊരു വ്യൂ പോയിന്റും കൂടിയാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ വ്യൂ കാണാൻ പറ്റുന്ന രീതിയിലും കൂടിയാണ് ഈ 2 ബാൽക്കണിയും. ഒരു ബാൽക്കണിയുടെ സൈഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ആരെങ്കിലും ആക്സസ് ചെയ്യുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന രീതിയിലും പറ്റുന്ന, അതുപോലെ വൈകുന്നേരങ്ങളിൽ ഇരിക്കാനൊക്കെ വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനും കൂടിയാണിത്. ഇവിടുന്ന് ഒരു ബാൽക്കണിക്കൊരു ഇതിലൊരു എക്സ്ട്രാ ഒരു ബാൽക്കണി കൂടി ചെയ്തിട്ടുണ്ട്. ബാൽക്കണിക്ക് ഒരു ചെറിയൊരു ഔട്ടും കൊടുത്തിട്ടുണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്ക് ഇരിക്കാവുന്ന ചെയർസും കാര്യങ്ങളൊക്കെ ഇട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലും ഒരു ബാൽക്കണി ഇതും ചെയ്തിട്ടുണ്ട് അവിടെ. ഇതൊരു ഓപ്പൺ ടെറസാണത്. ഇതൊരു സാധാരണ എല്ലാവരും ഓപ്പൺ ടെറസ് ഫ്രീ ആയിട്ട് വിടും. ഞാൻ ഇവിടെ ഒരു മാറ്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റാണ് ഇത്. പ്ലസ് ഇതിന് മുകളിലൊരു ആംഗിൾ കൊടുത്തിട്ട് ഇതിനൊരു ഡിസൈനഡ് ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട്. ഈവനിങ്ങിലൊക്കെ ഇവിടെ ഒരു ചെയറോ ഒക്കെ ഇട്ടിട്ട് ഒരു ചെറിയൊരു മീറ്റിംഗ് ഒക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് കിട്ടാവുന്ന രീതിയിലാണ് ഇതിനൊരു ഏരിയ അങ്ങനെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. പ്ലസ് ഇതേക്കൂടെ തന്നെ നമുക്ക് മുമ്പിലേക്കുള്ള ഓപ്പൺ ടെറസിലേക്കുള്ള ഒരു പാസേജും കൂടി കൊടുത്ത് അപ്പുറത്ത് കൂടെ ഉണ്ട്. ദെൻ ഇതിലോട്ട് ചെറിയൊരു പാസേജും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലുള്ളൊരു വ്യൂ പോയിന്റ് കൂടി കാണും. ഇതാണ് ഈ വീടിന്റെ ഫ്രണ്ട് വ്യൂ കാണുന്നൊരു ഓപ്പൺ ടെറസ്. ഇവിടെയും ലോൺ സെറ്റ് ചെയ്ത് നമ്മളൊരു റൂഫ് ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത്. സർ, ഈ റൂഫിലൊക്കെ എന്താണ് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ? ഇതൊരു ഷിംഗിൾസ് ആണ് ഇത് വെച്ചിട്ട്. കോൺക്രീറ്റ് ഇത് സാധാരണ എല്ലാവരും വി ബോർഡ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഷിംഗിൾസ് ചെയ്യും. ഞാൻ ഇതിനെ കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഷിംഗിൾസ് മെറ്റീരിയൽ. കാരണം ഈ ഷിംഗിൾസ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണെന്നാൽ നമുക്ക് ലൈഫ് ലോങ് ആണ്, ബിൽഡിങ്ങിന് നല്ല ലൈഫ് കിട്ടുകയും ചെയ്യും. ദാറ്റ് സീപ്പേജ് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഇത് വർഷങ്ങൾക്ക് വാറണ്ടി ഉള്ളൊരു പ്രൊഡക്റ്റും കൂടിയാണ് ഇത്. പ്ലസ് ഇത് ഈ ഹീറ്റ് റെസിസ്റ്റൻസ് ആണ്, ചൂട് താഴോട്ട് ഇറങ്ങില്ല. ഈ ഷിംഗിൾസ് യൂസ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് ആ ഒരു ഗുണം കൂടിയാണ്. പിന്നെ കാണാനൊരു ഭംഗി, ഡിഫറെന്റ് ഫീലേ വന്നു. നോർമൽ കോൺക്രീറ്റ് ഓട് ഇട്ടാൽ ഈ ഫീൽ കിട്ടില്ല. അതിന് വേറെ ഒരു ലുക്ക് തന്നെ മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് ഷിംഗിൾസിന് ആ കളർ കോമ്പിനേഷൻ, ആഷും ഒരു ബ്ലാക്കും മിക്സഡ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ കൊണ്ടുവന്നുള്ള ഒരു ഷിംഗിൾ ഷീറ്റാണ് ഇതുള്ളത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റീൽ ഡോറും കൂടെയാണ്. അപ്പോൾ സേഫ്റ്റി മെഷർമെന്റ് കുറച്ചും കൂടി കൂടുതലായതുകൊണ്ട് നമുക്ക് സ്റ്റീൽ ഡോറാണ്. കാരണം മഴ അതൊക്കെ കൊള്ളുന്നതുകൊണ്ട് സ്റ്റീലാണെങ്കിൽ ഇതിന് ലൈഫ് കിട്ടുകയും ചെയ്യും. സോ താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. സർ, ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്നത്? കൺസ്ട്രക്ഷൻ കസ്റ്റമറിന് എന്ത് ബഡ്ജറ്റാണ് ഉള്ളത് ആ ബഡ്ജറ്റിന് ഒതുങ്ങാവുന്ന രീതിയിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള പ്ലാൻ ചെയ്ത് അവർക്ക് വേണ്ട രീതിയിലുള്ള ഡിസൈനിങ് കൊടുത്ത് അവർക്ക് ഉള്ള ഇൻറ്റീരിയർ വരെ അവരുടെ ബഡ്ജറ്റ് കണക്കാക്കി കാരണം പലർക്കും ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ഒരുപാട് ബഡ്ജറ്റിലേക്ക് പോവോ ഇല്ലയോ, അല്ലെങ്കിൽ അവരുടെ ബഡ്ജറ്റ് ഒതുങ്ങാവുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ എല്ലാം ചെയ്യുന്നത്. ഒരുപാട് സ്ഥലത്ത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫർദറായിട്ട് എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വേണ്ട രീതിയിലുള്ള എഞ്ചിനീയറിങ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് സർ. നിങ്ങൾക്കും ഇതുപോലെ വീടിന്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇന്റീരിയർ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഷാസ് പ്രോപ്പർട്ടീസിനെ കോൺടാക്ട് ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.